അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ മൂന്നാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്സ്മെൻ എന്ന ടീമിനെയാണ്. എക്സ്മെന്റെ എക്സ്പാൻഷൻ കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ ആരംഭിക്കുന്നത്. ഒരു വലിയ യുദ്ധം നടന്നതിന്റെ അനന്തരഫലങ്ങൾ എക്സ്പാൻഷനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എക്സ്പാൻഷന്റെ മിക്ക ഭാഗങ്ങളും തകർന്നും നശിച്ചും കിടക്കുകയാണ്. ചാൾസ് സേവിയർ അഥവാ പ്രൊഫസർ എക്സും മാഗ്നീറ്റോയും മരണത്തെ പറ്റി ചർച്ച ചെയ്യുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ട്രെയിലറിൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ട് മാഗ്നീറ്റോയുടെ വോയിസ് ആണ് ആദ്യമായിട്ട് കേൾക്കുവാൻ സാധിക്കുന്നത്. എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, മരണം എല്ലാവർക്കും വരും. പക്ഷെ ഒരു ചോദ്യം, നീ മരിക്കാൻ തയ്യാറാണോ എന്നല്ല, മരിക്കുമ്പോൾ നീ എന്തായിരിക്കുമെന്നതാണ്. ഇതൊക്കെയാണ് മാഗ്നീറ്റോ പറയുന്നത്. വളരെ പ്രായമായ ചാൾസ് സേവിയറിനെയും മാഗ്നീറ്റോയുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെസ് ബോർഡിൽ കിങ് മാത്രം എയറിൽ പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ആ കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് മാഗ്നീറ്റോ തന്നെ ആവാനാണ് സാധ്യത. ഇവിടെ ചാൾസ് സേവിയറിന്റെ സ്കൂളിന്റെ ലോഗോ, അതായത് സേവിയർ സ്കൂൾ ഓഫ് ഗിഫ്റ്റഡ് യങ്സ്റ്റേഴ്സ് എന്ന അദ്ദേഹത്തിന്റെ സ്കൂളിന്റെ ലോഗോ തറയിൽ പൊടി പിടിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത സീനിൽ സൈക്ലോപ്സ് തന്റെ വൈസർ ഊരി മാറ്റിയിട്ട് വളരെയധികം ദേഷ്യത്തോടെയോ വിഷമത്തോടെയോ ഒക്കെ തന്റെ ഒപ്റ്റിക് ബ്ലാസ്റ്റ് പുറപ്പെടുവിക്കുന്നതാണ്. സൈക്ലോപ്സിന്റെ ചുറ്റുപാടും എല്ലാം നശിക്കപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ എക്സ്പാൻഷന്റെ ഗ്രൗണ്ടിലാകാം സൈക്ലോപ്സ് മുട്ടുകുത്തിയിരിക്കുന്നത്. സൈക്ലോപ്സിന്റെ പുറകിലായിട്ട് വലിയ കാലുകളുള്ള ആരോ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് മറ്റാരുമല്ല, അത് സെന്റിനൽ ആണ്. ഒരുപക്ഷെ ഈ സെന്റിനൽസുമായിട്ടുള്ള പോരാട്ടത്തിൽ എക്സ്മെൻ എന്ന ടീമിലെ പല ക്യാരക്ടേഴ്സും മരണപ്പെട്ടിട്ടുണ്ടാകാം. സെന്റിനൽസിന്റെ ഇൻവേഷൻ നടക്കാൻ കാരണക്കാരൻ സാക്ഷാൽ ഡോക്ടർ ഡൂം ആയിരിക്കാം.